ചോദിച്ചു നബിയെ ദീൻ എന്നാൽ എന്താണ്? അപ്പോഴും പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ഖുൽഖി. പിന്നെ ചോദിച്ചു നബിയെ, അപ്പോൾ അദ്ദീനു ഹുസ്നുൽ ഖുൽഖി. അല്ലാഹു സൽസ്വഭാവം നമുക്ക് നൽകട്ടെ. ഇനിയോ ഇങ്ങോട്ട് നോക്കൂ. സൂറത്തുൽ ഫാത്തിർ 43-ാമത്തെ വചനം, വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലി. എന്തൊരായത്ത! ഒരാൾക്കെതിരെ ഏതൊരു കുതന്ത്രം ചെയ്താലും ആ കുതന്ത്രം അവനിലേക്ക് മടങ്ങി വരും. അല്ലാഹു കാക്കട്ടെ. എങ്ങനെ വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലി. ഒരു കുതന്ത്രം ആരുണ്ടാക്കിയാലും അസൂയ ആർക്കാണ് മൂത്തതെന്ന് ചരിത്രം വിധി എഴുതും. അസൂയ ആർക്ക് മൂത്തു എന്ന് ചരിത്രം വിധി എഴുതും. ഏതെങ്കിലും കാസറ്റിന്റെ പുറത്ത് അസൂയ മൂത്തു എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് കാസറ്റിന്റെ പുറത്ത് ഏതെങ്കിലും അക്ഷരമാല കൂട്ടിയിട്ട് കാര്യമില്ല. അസൂയ ആര് മൂത്തു എന്ന് ചരിത്രം വിധി എഴുതും. അസൂയ ആർക്ക് മൂത്തു എന്ന് സദസ് വിധി എഴുതും. വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലി. ഒരു കാലഘട്ടത്തിൽ ശബ്ദം കൊണ്ട് മനുഷ്യരാശിയെ അത്ഭുതപ്പെടുത്തിയ ആളുകളിൽ നിന്ന് പിന്നീട് അവരിലുള്ള അബദ്ധം കാരണം ജനങ്ങൾ അവരിൽ നിന്ന് പിന്മാറുകയും പുതുനാമ്പുകൾ സമൂഹത്തിൽ കയറി വരികയും ചെയ്യുന്ന നേരത്തെ അതിനെ അടിച്ചൊടുക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചാലും വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലിഹി. വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലിഹി. അവർക്ക് സിമന്റ് കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, പക്ഷേ മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലിഹി. ചീത്ത ചതി ആര് കരുതിയാലും വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലിഹി. അതിന്റെ അഹ്ലുകാരിലേക്ക് അത് മടങ്ങി വരികയുള്ളൂ. ഒന്നുമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. ചരിത്രാണ് വിധി പറയേണ്ടത്. ചരിത്രം വിധി പറയണം. പക്ഷേ ഈമാന്റെ അവസാനത്തെ കണിക പൊട്ടിപ്പോകുന്നത് വരെ മനുഷ്യൻ ചിന്തിക്കണം. ഹസദും ഈമാനും ഒരുമിച്ച് കൂടുകയില്ല. ഖാല റസൂലുള്ളാഹി. ഹബീബ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്ന്. പിന്നെയോ ഇനി സ്വർഗത്തിൽ അവൻ ഇടണ്ടാവില്ല അസൂയക്കാരന്. എന്തുകൊണ്ട്? സ്വർഗത്തിൽ 3-4 ഗുണമുള്ളവരെ ഉണ്ടാകും. ഒന്ന് അൽ മുഹ്സിനു, സുകൃതം ചെയ്തവൻ. 2 വൽ മുഹിബ്ബു ലഹു, അവനെ സ്നേഹിച്ച് പിന്തുണ കൊടുത്തവൻ. 3 വൽ കാഫു അൻഹു, അവന് ആപത്ത് വന്നപ്പോൾ തടഞ്ഞവൻ. അല്ലാതെ അവനെതിരെ കുതന്ത്രമുണ്ടാക്കിയവനല്ല, അവനെതിരെ തെമ്മാടിത്തരത്തിന്റെ മാസികകൾ ഇറക്കിയവർക്കല്ല. അഹ്ലുൽ ജന്നത്തി സലാസ, 3 വിഭാഗമേ സ്വർഗത്തിലുണ്ടാകുമെന്ന് ഹബീബ നബി പറഞ്ഞു. ഒന്ന് അൽ മുഹ്സിനു, ഒന്ന് സുഗന്ധം ചെയ്തവനാണ്. വൽ മുഹിബ്ബു ലഹു, ഒന്ന് സുഗന്ധം ചെയ്തവനെ സൗകര്യപ്പെടുത്തിയവനാണ്. വൽ കാഫു അൻഹു, അവന് ആപത്ത് വന്നപ്പോൾ അവനെ പ്രൊട്ടക്ട് ചെയ്ത് നിലകൊണ്ടവനാണ്. അല്ലാതെ അവനെതിരെ കുഴപ്പമുണ്ടാക്കിയവരെ അല്ല. ഇത് മുസ്തഫ നബി പറഞ്ഞതാ. അല്ലാഹു ആ 3 ഗുണവും നമുക്ക് തരട്ടെ. അല്ലാഹു 3 ഗുണവും നമുക്ക് തരട്ടെ. ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് അത്ഭുതപ്പെട്ടത് പറഞ്ഞു തരട്ടെ. മുസ്തഫ നബി പറഞ്ഞു, ഏത് നേട്ടം നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങളത് മറച്ചു പിടിക്കുവീൻ. ഹബീബ നബി പറഞ്ഞു, ഇസ്തഈനു അലാ ഇൻജാഇൽ ഹവായിജി ബിൽ കിത്മാൻ. നിങ്ങൾക്ക് ഏതൊരു കാര്യം കിട്ടുമ്പോഴും നിങ്ങൾ മറച്ചു പിടിക്കേണ്ട അളവിൽ മറച്ചു പിടിക്കണം. എന്തുകൊണ്ട്? ഫഇന്ന കുല്ലദീ നിഅമത്തിൻ മഹ്സൂദുൻ. നിഅമത്ത് ലഭിക്കുമ്പോൾ അസൂയ വരും. മനസ്സിലായില്ല? പിടിയക്കൊലം വരുന്നിട്ട് അങ്ങനെ വിടരുത്. എന്നാലോ നമ്മൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. ചില ആളുകൾക്ക് ഇത്രേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, പിന്നെ അത് അങ്ങനെ പെരുപ്പിക്കും, ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ചോ? മനസ്സിലായി പറഞ്ഞത്? അല്ലാഹു ഒരു നിഅമത്ത് തന്നാൽ ആ നിഅമത്തെ അളവിൽ നമ്മൾ എന്ത് ചെയ്യണം? മറച്ചൊക്കെ മറച്ചേക്കണം. എന്താ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ആയിക്കോട്ടെ, നമുക്ക് എന്താ വേണ്ട മരിച്ച ചെയ്യേണ്ട കാര്യം അങ്ങനെയൊക്കെ ചെയ്യാം, ഹൈറായ കാര്യങ്ങൾക്ക് ചെയ്യാം. പിന്നെ അങ്ങനെ അതിങ്ങനെ വെളിപ്പെടുത്തി നടക്കുക. എപ്പോഴും ഈ ആഴ്ച ഒരു വണ്ടി, മറ്റാഴ്ച വേറൊരു വണ്ടി, ഇങ്ങനെ ഇതൊക്കെ നമുക്ക് കടം വാങ്ങിയതാ. പക്ഷെ മനുഷ്യന്മാർക്ക് എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും. ഞാൻ പറയല്ല, ഹബീബായ നബി പറഞ്ഞു, ഹസദിനെ തൊട്ടൊരു പ്രൊട്ടക്ഷനാണ് എന്റെ സൂറത്തുൽ ഫലക്ക് അധികരിപ്പിക്കുക. ഹസദ് ഒഴിവാകുന്ന ഏറ്റവും വലിയ മരുന്നാണ് സൂറത്തുൽ ഫലക്ക്. മനസ്സിലായില്ലേ? ഒന്ന്
പിന്നെയോ പിന്നെ കസറത്തുൽ ഫാത്തിഹ, എപ്പോഴും എന്ത് ചെയ്യാ? ഫാത്തിഹ ഓടുക. അസൂയ ഫലിക്കൂല. നമ്മൾക്ക് അസൂയ ഇല്ലാതാവാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞു. അസൂയ വേറൊരാൾ അസൂയ നമ്മളെ മേൽ വെച്ചാൽ നമുക്കും ദോഷം വരും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അസൂയ കാരണം കണ്ണേറ് പറ്റിയാൽ നമ്മളെ ഏർപ്പാടുകളൊക്കെ മുടങ്ങിപ്പോവും. പലർക്കും അങ്ങനെ മുടങ്ങും, പല വിഷയങ്ങളും അങ്ങനെ ഉണ്ട്. അതൊക്കെ ഉണ്ട് എന്നൊരു കാര്യം ഉറപ്പാണ്. ശൈത്താന്റെ രോഗങ്ങളെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ വിധി എന്നല്ലാതെ വേറൊരാളും അല്ല. അത് ഉറപ്പാണ്. യാതൊരു സംശയമുള്ള ആ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കും കേട്ടോ. ഒരു ഞാമത്ത് ചെയ്യുന്ന ആളുകളെ ലഭിക്കുന്ന ആളുകൾ ആ ഞാമത്തിന്റെ കാലഘട്ടങ്ങളിൽ പെരുപ്പിക്കുക. എന്ത്? സൂറത്തുൽ ഫലക്ക് നിസ്കാര ശേഷവും മറ്റും, പിന്നെ രാത്രി ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴും മറ്റുമൊക്കെ, പിന്നെ പകൽ ഇറങ്ങുമ്പോൾ ഇറങ്ങുന്ന ദിക്ർ ലാസിമായി ചെല്ലുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒന്നും കൂടെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ. ഒരു ഞാമത്തിന് ഒരു ഗൾഫ് പോകുന്നവരൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം. ഗൾഫിലൊരു കച്ചവടം തുടങ്ങാൻ പോകുമ്പോഴൊക്കെ കാര്യമൊക്കെ ഒരു അസൂയ ഇങ്ങോട്ട് പറ്റരുത്. അതൊരു പ്രൊട്ടക്ഷനാ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ. പിന്നെ രാവിലെയും രാത്രിയും ഒരു തവണയെങ്കിലും ലൗ അൻസൽന എന്ന സൂറത്തിന്റെ ഭാഗമോട്. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. അസ്മാവ് കൊണ്ടുള്ള തവസ്സുലാണത്. അസ്മാവ് കൊണ്ടുള്ള തവസ്സുലാണ്. ലൗ അൻസൽന ചെല്ലുന്നവർ ദായിമാക്കുന്നവർക്ക് ഹസദ് പറ്റൂല. രാത്രിയും രാവിലെയും അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ ഉൾപ്പെടുത്തുക. അഥവാ ഹദ്ദാദി അല്ല. ഹദ്ദാദിൽ എന്തുണ്ട്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ ചെല്ലുക. ഇതൊക്കെ ഹസദിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാകുന്നു. ഫാത്തിഹയെ പെരുപ്പിക്കുക. ഫാത്തിഹ, ആയത്തുൽ കുർസി, പിന്നെ സൂറത്തുൽ ഫലഖ്, പിന്നെ അതേപോലെ തന്നെ ലൗ അൻസൽന, ഇതൊക്കെ അധികരിപ്പിക്കുക. ഇത് ഏറ്റവും. പിന്നെ വീട്ടിൽ നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്റിനെ പെരുപ്പിക്കുക. വേറൊരാളോട് അസൂയ വരാതിരിക്കാനുള്ള മാർഗം എല്ലാ നിസ്കാര ശേഷവും അലം നശ്റഹ സൂറത്തോട് നോക്ക്. പ്രൊട്ടക്ഷൻ. വേറൊരാളോട് നമുക്ക് അസൂയ വരാതിരിക്കാൻ വേണ്ടി അലം നശ്റഹ ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഇമാം ഗസാലി തങ്ങൾ യഹ്യയിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ ഖയ്യിം സാദുൽ